അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ദുഖൂലുൽ വഖ്ത്. വമിൻ ശുറൂത്തി സ്വലാ ദുഖൂലുൽ വഖ്ത്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് സമയം പ്രവേശിക്കുക എന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു നിസ്കാരത്തിന്റെയും സമയം ആയ ശേഷമേ ആ നിസ്കാരം നിർവഹിക്കാവൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും വരാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ തക്ബീറത്തുൽ ഇഹ്റാമിലെ അല്ലാഹു അക്ബർ എന്നതിലെ ആ പോലും സമയമാകുന്നതിന് മുമ്പായി പോയാൽ ആ നിസ്കാരം ഒരിക്കലും ശരിയാവുകയില്ല. ഏതൊരു നിസ്കാരവും ആ നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് നമുക്ക് ഉറപ്പ് വരണം. സമയം ആയാൽ പോരാ, സമയം ആയി എന്ന് ഉറപ്പുകൂടി ഉണ്ടെങ്കിലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഒരാൾ സംശയത്തോടു കൂടി നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, സമയമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ഒരിക്കലും ശരിയാവില്ല. ചെറിയൊരു സംശയം ആയിട്ടുണ്ടാവുമോ, ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. സമയം ആയി എന്ന് ഉറപ്പ് വന്നതിന് സമയം ആവുകയും ആയി എന്ന് ഉറപ്പാവലും എന്നാണ് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ സമയം ആയാൽ പോരാ, ആയി എന്ന് ഈ നിസ്കരിക്കുന്ന വ്യക്തിക്ക് ഉറപ്പുകൂടി വേണം. അങ്ങനെ നിസ്കരിച്ചെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഇനി അഥവാ നിസ്കരിച്ച ശേഷം ഒരാൾക്ക് ഉറപ്പ് വന്നു തന്റെ നിസ്കാരത്തിന്റെ അല്പഭാഗമോ അല്ലെങ്കിൽ നിസ്കാരം മുഴുവനായിട്ടോ സമയത്തിന്റെ മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊരാൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ആ നിസ്കാരം ഇപ്പൊ ശരിയായിട്ടില്ല, അതുകൊണ്ട് ആ നിസ്കാരം മടക്കൽ നിർബന്ധമാണ്. അപ്പൊ സമയത്തിന് മുമ്പായി എന്ന് ഉറപ്പ് വന്ന നിസ്കാരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മടക്കുക തന്നെ വേണം. എന്നാൽ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് അതുകൊണ്ട് പിന്നെ നമസ്കാരം നിസ്കരിക്കാൻ പാടില്ല എന്നില്ല. സമയത്തിന് വക്ത് പ്രവേശിക്കലാണ് നിസ്കാരത്തിന്റെ ഷർത്ത്. വക്ത് കഴിഞ്ഞു എന്നത് നിസ്കാരത്തിന്റെ ഷർത്ത്, അത് നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടല്ല. അതായത് സമയം കഴിഞ്ഞാലും ആ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. പക്ഷെ അത് ഖളാ വീട്ടൽ എന്നാണ് പറയാം. നിസ്കാരം ഖളാ വീട്ടലാണത്. ഏതൊരു നിസ്കാരവും ആ നിസ്കാരത്തിന്റെ സമയത്തിന്റെ മുമ്പ് നിർവഹിക്കാൻ പാടില്ല. അപ്പൊ നാളത്തെ ളുഹർ ഇന്ന് നിസ്കരിക്കുക, ആ നിസ്കാരം ഒരിക്കലും നിസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല. മറിച്ച് ഇന്നലത്തെ നിസ്കാരം നമ്മൾ ഇന്നലെ നിസ്കരിച്ചിരുന്നില്ല, അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു പോയല്ലോ, അത് നിസ്കരിക്കാം. അത് നമുക്കിപ്പോ ഖളാ വീട്ടാം എന്നല്ല, വീട്ടണം, അത് നിർബന്ധമാണ്. പക്ഷെ അതൊരിക്കലും ഈ പിന്തിച്ചതിന് പ്രായശ്ചിത്തമാവും എന്ന് ധരിക്കരുത്. പലരും വിചാരിച്ചിട്ടുള്ള നിസ്കാരത്തിന് ഖളാ വീട്ടിയാൽ മതിയല്ലോ, ഇനിയിപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഖളാ വീട്ടാം എന്നായിരിക്കും പലരുടെയും ധാരണ. ഖളാ വീട്ടുക എന്നത് മറ്റൊരു നിർബന്ധമാണ്. ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത്ത എന്നാണ്. നിസ്കാരം എന്നത് മുഅ്മിനീങ്ങൾക്ക് വഖ്ത് നിശ്ചയിക്കപ്പെട്ട, സമയം നിശ്ചയിക്കപ്പെട്ട ബാധ്യതയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു നിസ്കാരവും അതിന്റെ സമയത്ത് തന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് കുറ്റകരമാണ്. ആ സമയത്തിൽ നിന്ന് പിന്തിക്കുക എന്നത് കുറ്റകരമാണ്. ആ പിന്തിച്ചതിനുള്ള പരിഹാരമല്ല, അതിനുള്ള കുറ്റം കിട്ടാത്ത, അതിന് പരിഹാരമായി ചെയ്യുന്നതല്ല ഖളാ വീട്ടുക എന്നത്. ഖളാ വീട്ടൽ മറ്റൊരു നിർബന്ധമാണ്. ഈ തെറ്റിച്ചതിന്, സമയത്ത് നിസ്കരിക്കാതിരുന്നതിനുള്ള ശിക്ഷ നമ്മൾ ഏതായാലും ഏറ്റുവാങ്ങേണ്ടി വരും. നമുക്ക് കാരണങ്ങളൊന്നുമില്ലാതെ, അലസത കാരണം, മടി കാരണം ഒക്കെ ഖളാക്കിയതാണെങ്കിൽ അത് കുറ്റകരമാണ്. ആ കുറ്റത്തിന് ഒരിക്കലും ഖളാ വീട്ടുക എന്നത് പരിഹാരമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഓരോ നിസ്കാരത്തിന്റെയും സമയം ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ളുഹറിന്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ ആ വസ്തുവിനോളം ആകുന്നത് വരെയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് നമുക്കിടെ നിഴല്, നമ്മളിങ്ങനെ നിന്നാൽ അല്ലെങ്കിൽ ഒരു വസ്തു ഇങ്ങനെ വെച്ചാൽ അതിന്റെ നിഴല് പടിഞ്ഞാട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടാവും. പിന്നെ സൂര്യൻ ഇങ്ങനെ ഉയരുന്നതിനനുസരിച്ച് അതിങ്ങനെ ചുരുങ്ങി വന്ന് അത് സൂര്യൻ നേരെ മധ്യത്തിലെത്തുന്ന സമയത്ത് നമുക്ക് നിഴലില്ലാത്ത, അല്ലെങ്കിൽ വടക്കോട്ടോ തെക്കോട്ടോ ഉള്ള ചെറിയൊരു നിഴല് മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ സൂര്യൻ ആ
ആകാശത്തിന്റെ മധ്യത്തിലെത്തി. ആ മധ്യത്തിൽ നിന്ന് അല്പം പടിഞ്ഞാറോട്ട് നീങ്ങിയത് മുതലാണ് ലുഹറിന്റെ സമയം ആരംഭിക്കുക. ജവാൽ എന്നാണ് ഇതിന് ഫുഖാക്കൾ പറയാം. ജവാൽ മുതൽ, അതായത് സൂര്യൻ മധ്യത്തിൽ നിന്ന്, ആകാശത്തിന്റെ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങിയത് മുതൽ പിന്നെ ആ വസ്തുവിന്റെ നിഴൽ ഇങ്ങനെ കിഴക്കോട്ടായി മാറും. സൂര്യൻ പടിഞ്ഞാറാകുമ്പോൾ നിഴൽ കിഴക്കോട്ടായിരിക്കുമല്ലോ. ആ നിഴൽ ഇങ്ങനെ വലുതായി വലുതായി വന്ന് ആ വസ്തുവിനോളം ആയിത്തീരുന്നത് വരെയാണ് ലുഹറിന്റെ സമയം. ഒരു വ്യക്തിയാണെങ്കിൽ ആ 164 സെന്റിമീറ്റർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ നിഴലിന്റെ നീളം 164 സെന്റിമീറ്റർ ആകുന്നത് വരേക്കും ആണ് ലുഹറിന്റെ സമയം. പിന്നെയും സൂര്യൻ പടിഞ്ഞാറോട്ട് പോകും തോറും ആ നിഴൽ അങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെ ആ നിഴല് ഒരു വ്യക്തിയുടെ നിഴൽ അവനോളം ആകുന്നത് വരെ ലുഹർ. അപ്പോൾ മുതൽ, അങ്ങനെ ആ വസ്തുവിനോളം ആയത് മുതൽ അസറായി, അസറിന്റെ സമയമാണ്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല എന്നർത്ഥം. ലുഹറിന്റെ സമയം കഴിഞ്ഞാൽ, ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആയി കഴിഞ്ഞാൽ ലുഹറിന്റെ സമയം കഴിഞ്ഞു. അപ്പോൾ മുതൽ അസറായി. അസർ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അസറിന്റെ സമയമാണ്. പക്ഷെ അസ്തമിക്കുന്നത് വരെയും പിന്തിക്കാൻ പാടില്ല. സൂര്യൻ ആ മഞ്ഞ നിറം ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ അത് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മഗ്‌രിബ് വരേക്കും അസറിന്റെ സമയം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അസ്തമിക്കുന്നത് വരെ ആണ് അസറിന്റെ സമയം. അപ്പോൾ മുതൽ, അതായത് അതിൻ്റെ ഇടയിൽ പിന്നെ ഗ്യാപ്പില്ല. അസ്തമിച്ചാൽ മഗ്‌രിബിയായി. അസ്തമിച്ചത് മുതൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ ആ ചുവപ്പ് ശോഭ അത് മായുന്നത് വരെയാണ് മഗ്‌രിബിന്റെ സമയം. അങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞാൽ, അത് മാഞ്ഞു കഴിയുന്നത് വരെയാണുള്ള മഗ്‌രിബിന്റെ സമയം. അത് മാഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇശന്റെ സമയമായി. അതിൻ്റെ ഇടയിലും ഗ്യാപ്പില്ല. മഗ്‌രിബ് സമയം കഴിഞ്ഞാൽ ഉടൻ ഇശയായി. ഇശാന്റെ സമയം പിന്നെ രാവിലെ പ്രഭാത കിരണങ്ങൾ, ഇതിന് ഫജ്ർ സ്വാദിഖ് എന്നാണ് പറയാം, ആ പ്രഭാത കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെയാണ്. അത് സുബഹിന്റെ സമയത്ത് കിഴക്കോട്ട് നോക്കിയാൽ കാണാം. സുബഹി വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആ ആകാശത്തിൽ ഇങ്ങനെ ആകെ പരന്ന് കിടക്കുന്ന ഒരു ഒരു വെള്ള നിറം കാണാം. അതാണ് ഫജ്ർ സ്വാദിഖ് എന്ന് പറയുന്നത്. അതുവരെയാണ് ഇശന്റെ സമയം. അത് പരന്നു കഴിഞ്ഞാൽ, ആ പ്രഭാത കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് സുബ്ഹാണ്, സുബ്ഹിന്റെ സമയമായി. അങ്ങനെ ആ സുബ്ഹിന്റെ സമയം പിന്നീട് സൂര്യോദയം വരെയാണ് അതിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. സൂര്യോദയത്തോടു കൂടി സുബ്ഹിന്റെ സമയം അവസാനിച്ചു. ആ സൂര്യോദയം മുതൽ പിന്നെ മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുന്നത് വരേക്കുമുള്ള സമയം ഒരു ഫർള് നിസ്കാരത്തിന്റെയും സമയമല്ലാത്ത സമയമാണ്. ആ സമയത്ത് ദുഹ എന്നുള്ള സുന്നത്ത് നിസ്കാരമൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫർള് നിസ്കാരങ്ങളിൽപ്പെട്ട ഒരു നിസ്കാരത്തിന്റെയും സമയമല്ലാത്ത സമയം എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെയുള്ള ഒരു 24 മണിക്കൂറിൽ ആ ഒരു സമയം മാത്രമേ ഒരു നിസ്കാരത്തിന്റെയും സമയമല്ലാത്തതായിട്ടുള്ളൂ. ഇതാണ് സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം, സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടണം എന്ന് പറയുന്നത് കൊണ്ട് ആ ഖളാ വീട്ടുക എന്നത് അവൻ ചെയ്ത തെറ്റ്, സമയത്ത് നിസ്കരിക്കാതിരിക്കുക എന്ന തെറ്റിന്റെ പരിഹാരമാവുകയില്ല എന്ന കാര്യം ഗൗരവത്തിലെടുത്ത് ഓരോ നിസ്കാരവും അതാതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇതോടുകൂടി നിസ്കാരത്തിന്റെ 5 ഷർത്തുകളും നമ്മൾ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഹൈള്, നിഫാസ് പോലുള്ള, ഇസ്തിഹാദത്ത് പോലുള്ള ചില സ്ത്രീകളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകമായി നമുക്ക് പഠിക്കാനുണ്ട്, വിശദമായി പഠിക്കാനുണ്ട്. അള്ളാഹു എല്ലാ അറിവുകളും നേടി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇഹപര വിജയം നേടാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.